നമ്മൾ ടൂലിപ്പ് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ 12:30 അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. ഇപ്പം സമയം 2 മണിയായി. 10 മിനിറ്റ് കൊണ്ട് വരേണ്ട സാധനം വൻ ബ്ലോക്കായിരുന്നു. ഇപ്പോഴും കഷ്ടപ്പെട്ട് ജസ്റ്റ് മിസ്സിന് നമ്മൾ പാർക്കിംഗ് കയറി വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയതാ. ആ ദൂരെ എവിടെയോ ആണ് സാധനം ഉള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. അതിനൊത്ത വെയിലും. ആ പോയി നോക്കാം. ഇത് എക്സിറ്റ് ഗേറ്റ്. നമ്മൾ വരുന്ന അപ്പുറത്തു നിന്ന് നേരെ പോയി അവിടെ നിന്നാണ് കയറുന്നത്. അങ്ങോട്ട് നമുക്ക് ലക്ഷ്യം വെച്ച് പോകാം. ഞാൻ പ്രതിഷേധിക്കും ഇതിൽ. നമ്മള് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ട് വന്നായിരുന്നു 7 പേരുടെ ഓൺലൈനിൽ. പക്ഷെ നമുക്ക് നമ്മളെ ബ്ലോക്ക് ആയിരുന്നു, ലേറ്റ് ആയി. അപ്പൊ വന്നിട്ട് നമ്മളെ ക്യൂ നിന്ന് കയറി പോയി. പക്ഷെ അങ്ങനെ ഒരുത്തൻ വന്നിട്ട് അവന് പറ്റൂല. അവന് പറഞ്ഞ് എക്സ്പയർ ആയി പോയി. അവൻ പറയുന്നത് ഫ്ലൈറ്റിൽ നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്ന ഫ്ലൈറ്റ് പോകത്തില്ല, റീഫണ്ട് കിട്ടത്തില്ലല്ലോ, വേറെ ടിക്കറ്റ് എടുക്കണത്. എന്നിട്ട് സംസാരിച്ച് അവസാനം 7 പേരുണ്ടായത് കുറച്ച് 4 സംസാരിച്ചു. പക്ഷെ അതിന് വൗച്ചറൊന്നുമില്ല, അവന്റെ തന്നെ കമ്മീഷൻ. അവൻ ബാക്കി പോക്കറ്റ് വെച്ച് അത്രേ ഉള്ളൂ. ഒരു കാര്യം വേണം കയറ്റി വിടാം. പക്ഷെ അമ്മമാർക്ക് പൈസ ഉണ്ടാക്കണം ഒരു മൈൻഡേ ഉള്ളു. അതുകൊണ്ട് പിന്നെ അതെ, അതിനി മിസ്സാക്കാൻ പാടില്ലല്ലോ. അയ്യോ നമ്മൾ കാണുന്നില്ല, ഇവിടെ ഗാർഡൻസ് ഉണ്ട്. അതെ, നമ്മുടെ റെഡ് തുലിപ്പ്, റെഡ് കളർ. ഓക്കെ, ഇതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ട്യൂലിപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അറിയത്തില്ല. ആൻഡ് പിന്നെന്തായിരുന്നു, പിന്നെ മാർച്ച് 26 ഇത് ഓപ്പൺ ചെയ്തേ. 1 മന്തേ കാണത്തോളം എല്ലാവരും പറയുന്നേ. അപ്പം അതുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക് ഇവിടെ. ഇപ്പൊ കുറെ എണ്ണമൊക്കെ ഇതുണ്ടോ, ഇതൊക്കെ കുറെ എണ്ണമൊക്കെ വാടി തുടങ്ങി. പിന്നെ വാടിക്കഴിഞ്ഞ് ഇനി ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അങ്ങനെ പറഞ്ഞത്, എവിടെ പോയില്ലെങ്കിലും ഇവിടെ തന്നെ മസ്റ്റായിട്ട് പോകണം എന്ന് ഇവിടെ വന്ന കണ്ടവരെല്ലാവരും പറഞ്ഞു. അതൊക്കെ ശരിയാണെന്നറിയില്ല, ആയിരിക്കും. അത് ഇത്ര തിരക്ക് വരാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ ട്യൂലിപ്പ് ഇന്ത്യയിൽ വേറെ എവിടെ ഉള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അത്രയൊക്കെ തന്നെ. വെയിലായോണ്ടേ ചുണ്ട് ഭയങ്കര ഡ്രൈ ആവുന്നു. ഇപ്പോൾ ഈ നിമിഷം എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ ഞാൻ ഓർക്കുന്നു. എനിക്ക് വേണ്ടി ലിപ് ബാം സ്പോൺസർ ചെയ്ത, പക്ഷേ എനിക്ക് ഇതുവരെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ആ സുഹൃത്തിനെ ഞാൻ അവിടെ സ്മരിക്കുന്നു. ആ സുഹൃത്ത് ഇത് കാണുമ്പോൾ ആരാന്ന് മനസ്സിലാവും. ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട്. ഈ വെയിൽ എന്തായാലും നല്ലപോലെ ടാൻ അടിക്കും. എന്താണേലും എത്ര പ്രതീക്ഷിച്ചില്ല. ചൂടില്ല, പക്ഷെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. ഇത് അങ്ങ് ഫ്രണ്ട് വരെ കിടക്കും കേട്ടോ. ഇവിടുന്ന് നമ്മളിപ്പോൾ കുറച്ചും കയറി വന്നു. സെയിം പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് തന്നെ ഒരുപാടുണ്ട്. ഇതോ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങ് അറ്റം വരെ ഉണ്ട്.
ഈ ഒരു നമ്മൾ നോർമൽ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോവില്ല, അപ്പോൾ നടുക്കൊരു ഫൗണ്ടേഷൻ കാണില്ലേ, അത് അങ്ങ് അറ്റം വരെ മേലെ വരെ കിടപ്പുണ്ട്. ആ ഫൗണ്ടേഷൻ്റെ വെള്ളമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അത് തുറന്നതാണ്. ആൾക്കാരൊക്കെ അതിനകത്ത് കാല് കഴുകുന്നു, കുളിക്കുന്നു, എന്തൊക്കെ പരിപാടി ചെയ്യുന്നുണ്ട്. വെയിലായതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാവരും ഏതെങ്കിലും മരത്തിൻ്റെ ഇവിടെ ഒരു തണൽ കണ്ടല്ലോ, എല്ലാവരും ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടിലുണ്ടാകുന്നവന്മാരെ കാണുന്നില്ല, അവന്മാരെ ഇനി പോയി തപ്പണം. ഇതൊന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും പാടില്ല, കാരണം റേഞ്ചൊന്നും ഇല്ലല്ലോ. വണ്ടി കിടക്കുന്ന സ്ഥലം അറിയാമല്ല, റേഞ്ചൊന്നും ഇല്ല. തിരക്ക് അത്യാവശ്യം കൂടുന്നുണ്ട് കേട്ടോ. കാര്യം പുറത്തൊന്നും വണ്ടി പോലും പോകത്തില്ല, ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരുന്നതാണ്, കുറച്ചാളും കൂടെ അല്ലേ ഉള്ളത്, അതുകൊണ്ടായിരിക്കും. നമ്മൾ ലാസ്റ്റ് അവരെ കണ്ടുപിടിച്ചു. അവർ വേറൊരു മരത്തിനടിയിൽ പോയി സുഖമായിട്ട് വായി നോക്കുന്നു. നമ്മൾ അവരുടെ പുറകെ പോവുകയാണ്. ഇതാ അവിടെ അങ്ങ് ടോപ്പിൽ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് ടാജ് ആണെന്നാണ് ഇവന്മാർ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് സ്റ്റിൽ അങ്ങനെ എന്തൊരു സാധനമാണ്. ഒരു കുട്ടി എന്നെ കണ്ടിട്ട് എന്തോ കണ്ട് സാധനം വേണമെന്ന് അച്ഛനോട് പറയുന്നു. അച്ഛൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ, അതാണ് അവരാണ് അപ്പുറത്ത് നിൽക്കുന്നത്. നമ്മളങ്ങനെ പ്ലാൻ മാറ്റില്ല, കണ്ടു കഴിഞ്ഞു. ഇനി പോയി കഴിച്ചേക്കാമെന്നുള്ള പ്ലാനിലോട്ടായി. എല്ലാവർക്കും വിശക്കുന്നുണ്ട്, അപ്പം ഇനി പതുക്കെ ഇറങ്ങാം. കാര്യം നമ്മളിവിടുത്തെ ഫ്ലവേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഈ ഫ്ലവേഴ്സ് തന്നെ അങ്ങോട്ടേ ഉള്ളൂ, പിന്നെ ഒന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനത്തെ ആ ഒരു ആഗ്രഹം കഴിഞ്ഞു. ഇവിടുത്തെ വൺ ഓഫ് ദ മെയിൻ സാധനം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. കാര്യം ഇവിടെ വരുന്നവരാണെങ്കിൽ മെയിനായിട്ട് കാണേണ്ട ഒരു സാധനം തന്നെ. കാര്യം ഇത് നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഈ ഒരു മന്ദേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോഴത്തേനും കുറേയൊക്കെ ഞാൻ പറയില്ല, കുറേ ഫ്ലവേഴ്സൊക്കെ വാടി, എന്നാലും ഉള്ളതൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരിക, ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് കറക്റ്റ് സ്ലോട്ടിൽ തന്നെ വരിക. അതില്ലെങ്കിൽ അവന്മാർ പല ടൈപ്പും കാണിക്കും. ഒഫീഷ്യൽസ് അല്ല, ഇവിടെ ലോക്കൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവന്മാരാണ് ഇതൊക്കെ നോക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. കാര്യം ID കാർഡൊന്നും ഇല്ലായിരുന്നു. അവന്മാർ തോന്നിയ റേറ്റൊക്കെ പറഞ്ഞ് നമ്മളെ പട്ടം ചുറ്റിക്കും. ഹിന്ദി അറിയത്തില്ല പ്രത്യേകിച്ച്. ഇത് കൊടുത്തിട്ട് ഇവിടെ വെക്ക്. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ നമ്മൾ കയറി. ഇത് കൊടുത്തിട്ട് അത് ഇങ്ങോട്ട് വെക്കാൻ റൊട്ടി പറഞ്ഞു. ഇതെന്നെ സാധനം ഇതുവരെ മനസ്സിലായിട്ടില്ല. പപ്പടം പൊള്ളിക്കുന്നു. അതെ, 1 മണിക്കൂർ എടുത്തു, 1 മണിക്കൂർ. ഈ കറി ഉണ്ടോ? ഇച്ചിരി ഉള്ളൂ, 150 രൂപ കറി. ഇങ്ങനെ 3 കറി പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് അവന്മാരെ ഹോട്ടല് സെറ്റപ്പേ ഉള്ളൂ. അങ്ങേറ്റത്താണ് ഇവരുണ്ടാക്കുന്നതൊക്കെ. പക്ഷെ ഭയങ്കര ഉടായ്പാട്ടോ ഇവിടെ. പറഞ്ഞു ഏതാ കട? അങ്ങോട്ട് കാണിച്ചു. മൗണ്ടൻ വ്യൂ റെസ്റ്റോറന്റ്. നോക്ക് കറിയാണ്, 150 രൂപയുടെ കറിയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. 150 രൂപയുടെ കറിയാണ്. എന്താണിത്? നീ രണ്ടാമത് ഗ്രേവി പറഞ്ഞു. രണ്ടാമത് ഞാൻ ഗ്രേവി പറഞ്ഞു. ഇനി ഞാൻ എന്തിനാ ഗ്രേവി ആയിട്ട് കേൾക്കുന്നത്? ഓൾറെഡി ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്തിനാണ് ഞാൻ ഗ്രേവി? ഗ്രേവി കൊണ്ട് വരും. ഇനി ഗ്രേവി കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചയക്കും, അല്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞു നമ്മൾ റിയാക്ട് ചെയ്യും അല്ലേ? പിന്നല്ലാതെ എന്തിനാണ് ഉമ്മ വെറുതെ? അല്ല, ഇത്രയും ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം ആൾക്കാരെ. പിന്നെ പൊളിഞ്ഞിരിക്കുവാണ്. ഇത് എന്താണ് ഫുഡ്? ഒന്നാമത്തെ റൊട്ടി എന്താണ് ഇത്? ബേബ്ലേഡോ? ഓക്കെ, തന്തൂരി റൊട്ടി ആണെന്ന് പറയാം. അത് ഒരു മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടിയതാണ്. വിശന്ന് പണ്ടാ തുടങ്ങി, വയറ്റ് ഗ്യാസ് ഒക്കെ കയറി, വയറൊക്കെ ഏകദേശം തീർന്ന് വേദനിച്ചിട്ട് പോയി. നമ്മൾ ഈ ഒന്നാമതേ ചൂടിന്റെ അടി ഇരിക്കുന്നതുകൊണ്ട് നമുക്കൊരു സാധനമില്ല. ഒരു വെള്ളം പോലും നമ്മൾ എടുക്കുമായിരുന്നു. അവന്മാർ ഫെസിലിറ്റീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് അവർ ഹോട്ടൽ നടത്തുന്നത്? അതെ അതെ, നടക്കത്തില്ല. നമുക്ക് നല്ല നാളേക്കായി പ്രാർത്ഥിക്കും. ഇവിടെ വരരുത്, ഇവിടെ ആരും വരരുത്. ബൊട്ടാനിക്കൽ ഗാർഡൻ വരുവാണെങ്കിൽ ട്യൂലിപ്പ് ഒന്നും കാണാൻ വരണമെന്നില്ല കേട്ടോ. ഓവർ റേറ്റഡാ കുറച്ചൊക്കെ. പക്ഷെ ഫ്ലവർ നല്ലതാ, പക്ഷെ വലിയ സംഭവം ഒന്നുമില്ല അവിടെ. അത് തരും, ബില്ല് അവിടെ തരും. ബില്ല് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായിട്ട് ബില്ല് തരും. ഈ സമയത്ത് തന്നെ വരും. ശിക്കരയിൽ കയറാൻ നമ്മൾ വന്നിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. കയറിയിട്ട് ഇങ്ങോട്ട് നോക്കാം. നമ്മുടെ അണ്ണൻ അവിടെ ക്ലീൻ ചെയ്യാം ബോട്ടൊക്കെ. ഭയങ്കര പൊടിയാ, എല്ലാ സാധനമൊക്കെ മാറ്റി സെറ്റ് ചെയ്തിടുന്നു. നമുക്ക് 2 ബോട്ട് കിട്ടി കേട്ടോ. നമ്മൾ 7 പേരുള്ളതുകൊണ്ട് 2 ബോട്ടാണ് പറഞ്ഞേക്കുന്നത്. 3, 4 ആയിട്ട് കയറാം. ഇവിടെ വേണേലും നമുക്ക് കയറാം. എവിടെയും ശരിക്കും 5 മിനിറ്റ്
നമ്മൾ 4 പേര് ഒരു ബോട്ടിൽ കയറി. അമ്മമാരവിടെ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെയാണ് എല്ലാത്തിനും ജലദോഷമൊക്കെ പിടിച്ചിരിക്കുക ക്ലൈമറ്റ് ചേഞ്ച് കാരണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒടുക്കത്തെ പൊടി. അയ്യോ, അവരുടെ ക്ലീൻ ചെയ്യിപ്പിച്ച എല്ലാരും ഇപ്പൊ ഏകദേശം തീരാറായി. ഇനി റൂമിൽ ചെന്നിട്ട് മരുന്ന് കഴിക്കാൻ കിടക്കത്തേ ഉള്ളൂ. ഭയങ്കരമായിട്ട് പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചിനാന്ന് തോന്നുന്നു. അതാ നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നു. കപ്പിത്താനതാ ഇവിടെ അടുത്ത ബോട്ടിന്റെ വിലയൊക്കെ ചോദിക്കുന്നു. എനിക്ക് മീനച്ചിലാറ്റി ഇട്ട് തുഴയാനാന്ന് തോന്നുന്നു. മീനച്ചിലാറ്റിലെ വലിയ പുള്ളിയായിരിക്കും. വെള്ളം കയറിയ അവൻ അവിടുത്തെ നര തടി പിടിക്കാനൊക്കെ പോകും. അതൊക്കെ തുഴഞ്ഞു തുടങ്ങി. നല്ല വെയില്. എടുത്തരാം മോനെ. നമ്മൾ വന്നിട്ട് കാശ്മീരി കവ കുടിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഇറങ്ങിയപ്പോഴേ ചേട്ടൻ വന്നു. എല്ലാ കോഫി ഹോട്ട് ചോക്ലേറ്റ് 50 രൂപ വില കൂടുതലാണ്, എന്നാലും നമുക്ക് ഇതിവിടെ കിട്ടത്തുള്ളല്ലോ. അതുകൊണ്ട് കഴിച്ചേക്കാന്ന് വെച്ചു. ലെമൺ എന്തോടാ? ഹണി. അല്ല ഹണിയല്ലേ? ഹണി. ഹണി ഫ്ലേവർ എന്തോ ആണ് ഇടുന്നത്. കുടിച്ച് നോക്കാം. എല്ലാവരും നാളെ പറഞ്ഞു. Yeah, and finally we got it. പൊളി സാധനം. ഗുഡ് ഭയ്യ, ரொம்ப ടേസ്റ്റി. Thank you, sir. Say hi to my vlog. Say hi to my vlog. Hi. Bye bye. Thank you. Have a nice tea. Yeah. Kahwa. അമ്മമാരവിടെ എന്തോ ഫോട്ടോ എടുക്കാൻ നേരത്തെ എന്തോ ചായ വീണെന്നോ എന്തൊക്കെയോ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നു. സാധനം കൊള്ളാം കേട്ടോ, സൂപ്പർ. ഈ അമ്മേഴ്സി കുടിക്കാൻ പറ്റിയ സാധനം. ഇതിന്റെ പൊടി വാങ്ങണടാ പോകുമ്പോ, അവര് കൊണ്ടുതരേണ്ട സാറിന്. അതില്ല, നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ? ഇതാണ് സാധനം. കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ വാട്ടവെള്ളം പോലെ ഇരിക്കും, പക്ഷെ നല്ല ടേസ്റ്റാ. ഈ കാണുന്നതാണ് മീന ബസാർ എന്നാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. ഈ പിള്ളേരെ കാണിക്കുന്നത്. റൈഡിങ്, ബോട്ട് റൈഡിങ്. ഓക്കെ. അപ്പം ഇവിടെ ആക്ച്വലി എനിക്കൊന്ന് ഫാമിലീസ് ഒക്കെ താമസിക്കുന്നുണ്ട്. ഇതൊരു, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എന്തൊരു ഡിസ്ട്രിക്റ്റ് പോലെ, ഡിസ്ട്രിക്റ്റ് പോലെ പഞ്ചായത്ത് പോലെ അങ്ങനെ എന്തോ ആണ്, എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. ഈ ദാലേക്കിലും ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് എന്നൊക്കെ ഇപ്പൊ കേട്ടിട്ടുണ്ട്. നമ്മുടെ ചെക്കന്മാരെ പോകുന്നു. ആ ബോട്ടിലുണ്ട് കേട്ടോ. അവന്മാരെ നേരത്തെ കൊണ്ടുപോയി, ഭയങ്കര സ്പീഡായിരുന്നു. നമുക്ക് പതുക്കെയാ പോകുന്നത്. നമ്മുടെ പുള്ളി ആരോടോ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇടയ്ക്ക് ഈ എന്താ ഗോവിന്ദ് എന്തൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്താലും മനസ്സിലാവും. നമുക്ക് അപ്പത്തെ കൊളീഗ്സ് അല്ലേ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ, അവരായിട്ട് ആയിരിക്കും. ഹൈദർ മൂവി. ഷാഹിദ് കപൂറിന്റെ മൂവി. പറഞ്ഞിട്ടോ അറിയാവുന്നല്ലേ. ഇവിടെ വന്നല്ലേ ഷാഹിദ് കപൂറിന്റെ മൂവി ഷൂട്ട് ചെയ്തു. ഞാൻ പുള്ളിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഷാഹിദ് കപൂറിന്റെ. അവിടെ ഉണ്ടോ? ഇനി തിരിക്കുമായിരിക്കും, ഇവിടെ വരെ ഉള്ളായിരിക്കും. ഇനി തിരിച്ച് അങ്ങോട്ട് പോവായിരിക്കും. വെയിൽ കുറഞ്ഞു കേട്ടോ. നമ്മുടെ സൺസെറ്റ് ടൈം ഏകദേശം ടൈമായെന്ന് തോന്നുന്നു. ഇല്ല, 6:30 ആയി. ഇല്ല, ആയിട്ടില്ല, ഇവിടെ ആയിട്ടില്ല. പക്ഷെ വെയിൽ കുറഞ്ഞു കാണുന്നു. അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ല, ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ലൈറ്റാ, നല്ല സമയമായിരുന്നു. എന്തുവാ, നമ്മൾ ആ ചേട്ടൻ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് ചോദിച്ചു മാഗി എന്തെങ്കിലും വേണമെന്ന്. അപ്പം നമ്മളെന്നാ ചുമ്മാ മാഗി കോഫിയും കൂടെ ചുമ്മാ പറയാതെ
അതെ, ആ നിൽക്കുന്ന ചേച്ചിയെ കണ്ടു. ആ ചേച്ചിയുടെ അപ്പുറത്ത് അല്ല, ചേച്ചിയുടെ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ ആ ചേട്ടൻ. വൈൽഡ് ക്രാഫ്റ്റ് ഇടൂ. ആ ചേട്ടന്റെ ചേട്ടന്റെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ചേട്ടന്റെ കടയിൽ നിന്ന് നമ്മൾ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിപ്പോ കിട്ടും, എന്നാലും നമുക്ക് കഴിക്കാം. 50 രൂപ മാഗി, 50 രൂപ നോർമൽ. പ്ലെയിൻ മാഗി 50 രൂപ, വെജ് മാഗിയാണ് 80 രൂപ 80. മറ്റേത് 50 ആയിരിക്കും. നമ്മൾ മുമ്പേ ഇല്ലായിരിക്കും. അവിടെ ഒരു ചേട്ടൻ അടിക്കുന്നുണ്ടോ സാധനം? ഒരു ചുറ്റിക ഇട്ട് കണ്ടോ 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 ചേട്ടാ, മാറിയേട്ടാ കണ്ടോ അടിക്കുന്ന നോക്കണേ. എന്താണ് സാധനം അത്? ആ ചേട്ടൻ അവിടെ ചെയ്യുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്ത് സാധനം? എല്ലാം കാഴ്ചകളല്ലേ കാണുന്നത്. അതായത് അത് ബോട്ട് അടുപ്പിക്കുമ്പോ കെട്ടിയിടുന്ന മറ്റേ ഒരു സാധനം ഉണ്ടല്ലോ, അത് പുള്ളി സെറ്റ് ചെയ്യുന്ന. ഓ, മുഖത്തെ കളറൊക്കെ പോയി. സെറ്റ് ചെയ്യുന്ന സാധനം നമ്മുടെ സാധനം കടയ്ക്കുള്ളിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാട്ടിടാൻ പറ്റുമോ? പാട്ട് പാടാം. നമ്മുടെ 2 സാധനം വന്നു. രണ്ടും എനിക്ക് തോന്നുന്നു എന്താണുള്ളത്. സിഗരറ്റ് ഇല്ലാത്ത വീടല്ലെന്ന് പറയണേ, വേറെ ഒന്നും ചെയ്തില്ല. അറിയില്ലടാ, തീർച്ചയായിട്ടും നീ കഴിച്ചോട്ടോ. ഇതെന്തോടാ? ഇതെന്താ ലെമൺ ടീ? ഇതാണോ ലെമൺ ടീ? അല്ല, അത് കവ. കുങ്കുമം ഈ സാധനം നമുക്ക് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. വന്ന് മാഗി ട്രെയിൻ തിരിച്ചു വിടുന്നു. ലെമൺ ആ ചേച്ചി കുറെ നേരം നമ്മൾ സ്കെച്ച് ഇട്ടിട്ടുണ്ട്. എന്തിനാണോ? ലെമൺ ടീ വന്നില്ലടാ. നമ്മളോട് ഏത് ഭാഷ ചോദിക്കുന്നു? ഈ സാധനം കൊള്ളൂല കേട്ടോ. മലയാളത്തിലായാലും നമുക്ക് പറയാമല്ലോ, ഇവിടെ കടയിലാണേലും. നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് സൂപ്പർ സാധനമായിരുന്നു. ഇത് ഒരു ഇതിനകത്ത് മറ്റേ കുങ്കുമപ്പൂ എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ചേച്ചി എന്തൊക്കെയാ പറയുന്നു. പക്ഷെ ടേസ്റ്റ് ഇല്ല കേട്ടോ. വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലല്ല, എന്താ മധുരം കുറവാ. അവന്റെ ലെമൺ ടീ വന്ന്. ഓക്കെ, പൈസ കൊടുക്കാം. കുഴപ്പമില്ല. എന്താ ലെമൺ ടീക്ക് ഒരു ലെമൺ ഫ്ലേവർ വരുന്നത്. ലെമൺ ഫ്ലേവർ കുറവാ. ഇതുണ്ടോ ലെമൺ ടീ? ഒരുത്ത ലെമൺ ടീ മേടിച്ചതാ. ലെമൺ ടീ 80 രൂപ, കവ 50. മറ്റേത് നീ എന്നാടാ ഗോവിന്ദ മേടിച്ചേ? ഗോവിന്ദ നീ എന്നാ മേടിച്ചേ? കൊള്ളത്തില്ലേ? കുഴപ്പമില്ല. ലെമൺ ഒരു ഫ്ലേവർ. നീ എന്നാ മേടിച്ചെന്ന്? ചെമ്മയോ? ചങ്കി കൂടെ ചൂട് ഇറങ്ങിപ്പോയി. പൈസ കഴിക്കും. നീ എന്നെ കുടിച്ചേ? കാപ്പി. എന്നെ കോഫി? നോർമൽ കോഫിയോ? എനിക്ക് വേണ്ട. കഴിച്ചു നോക്കാം. നല്ലതാണോ? വേണ്ട. ഒരു കപ്പ്. അല്ല, കുഴപ്പമില്ല. അവൻ കോഫി പറഞ്ഞു. അതിന് 50, കവ 50, മാഗി 50. എനിക്കറിയത്തില്ല. എന്താടാ എന്റെ ലെമൺ ടീ ഇങ്ങനെ അല്ല ഉണ്ടാക്കാറ്. ഞാൻ കുടിക്കുന്നു. അവർക്ക് അത്ര ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. ഒന്നും ഉണ്ടാക്കുന്നില്ല. സാധനം ഉണ്ട് എല്ലാം എങ്ങനെ അവർ ഉണ്ടാക്കുന്നു, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഒന്നുമില്ല ഒന്നിനും. പക്ഷെ നമ്മൾ മുമ്പേ കഴിച്ചത് അടിപൊളിയായിരുന്നു. അന്ന് അവിടെ തന്നെ വാങ്ങിച്ചത് നല്ലതായിരുന്നു. പക്ഷെ എന്നാടാ പൈസ അവനോട് എന്നാ ചോദിച്ചു? എന്നായിരുന്നു? ബാർബിക്ക് വേണം. ഇപ്പൊ തന്നെ ചായ കുടിച്ച് 10-200 അതെ ബേടാ ഭായി. ഞാൻ എന്റെ ഇല്ല സൺസെറ്റ് ആയിട്ട് നമ്മൾ പോയേക്കോ അങ്ങോട്ട്. ഹെവി ട്രാഫിക് ദൽ ലേക്കിൽ. ഹെവി ട്രാഫിക്. ഞങ്ങൾ ദാൽ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാലല്ല ആക്ച്വലി ദൽ എന്ന് വെച്ചാൽ മറ്റേ ഇത് കറിയല്ലേ. എടാ ഇതേ കുറെ സീറ്റ്സ് ഇരിക്കുന്നടാ. ശ്രീതേ എടാ ഇങ്ങോട്ട്. സോറി. ഓക്കെ
ഞങ്ങളിവിടെ വെള്ളത്തിൽ കുറെ വേസ്റ്റ് കിടന്നപ്പോഴേ അത് അടച്ചിട്ടതാ പുള്ളി. ഇപ്പോൾ എന്തുകൊണ്ടോ ഇരിക്കുന്നത് സ്വീറ്റ്സ് ഒരു സാധനം ഇരിക്കുന്നുണ്ടോ? ഓരോ സ്വീറ്റ്സ് ഇരിക്കുന്നു. ഇവിടെ ഹെവി ട്രാഫിക് ദൽ ലേക്കിൽ എങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇവിടെ ആക്സിഡൻറ്റ് വണ്ടി അപ്പുറത്തെ വണ്ടി പോയിടിച്ചു, അപ്പുറത്തെ വണ്ടി പോയിടിച്ചു. ഒന്നും വിഷയമല്ലെന്ന് ഇവിടെ ഇതല്ലേ എന്റെ ബത്ത് കണ്ടോടാ മസാല എന്തോ വേറെയാ മാഗി ഇട്ട് ഇളക്കണം തോന്നുന്നു. ഇവരെന്തൊക്കെയായിരുന്നു വർത്താനം പറയുന്നു. നമ്മൾ അപ്പുറത്തെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഈ ഡൽഹിയില് ഒരുപാട് ഫാമിലീസ് താമസിക്കുന്നുണ്ട്. അവർ തന്നെ ഈ പോകാത്ത ടൈപ്പ് ഓഫ് ബോട്ടില്ലേ, അങ്ങനെ ഒരുപാടെണ്ണം ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ അവർ തന്നെ കണ്ടോ. ചേട്ടൻ വെള്ളത്തിൽ പോകുന്നുണ്ടോ? സ്വന്തം വെള്ളം. ഒരു ടാക്സി ഉണ്ട് കേട്ടോ. ഒരു ടാക്സി വെള്ളം മുമ്പേ ഉണ്ട്, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പിന്നെ ഇതുപോലെ കച്ചവടം ചെയ്യുന്നവര് ഇവിടെ നിന്നാണ് തവ നമ്മൾ മേടിച്ചിട്ട് കടയിൽ. 80 രൂപയുടെ ലെമൺ ടീ ഉണ്ട്. ഇവന്മാർ എന്താ എനിക്ക് നാരങ്ങ ഇനി ദല്ലേക്ക് കൃഷി ചെയ്യുന്നതാണോ? അതുകൊണ്ട് വല്ല ആണോ ഇത്രയും വില? കൊള്ളത്തില്ല. നമ്മളെ ഇപ്പൊ വരുന്നവരോട് എന്ത് ആൾക്കാർ ഇവിടെ എന്തായാലും വാങ്ങിക്കും. ഇപ്പം വേണ്ട, നമുക്ക് അവിടെ വേറെ കിട്ടും. ഞാൻ ഇവന്മാരുടെ റിവ്യൂ ചോദിക്കും ഇന്നത്തെ. ഇതിന്റെ രാത്രി പോയി നടക്കുകയല്ല. ഫസ്റ്റ് ഗോവിന്ദ ഞാൻ തടേ എത്തിയുള്ളൂ. നമ്മള് രാവിലെ എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മള് അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഉറങ്ങിയൊന്നുമില്ല. രാത്രിയിലൊക്കെ ഉറങ്ങി കുറവായിരുന്നു. ഇവിടെ റോഡൊക്കെ ഭയങ്കര റോഡ് മോശമല്ല, ഇടയ്ക്ക് കുറെ ട്രാഫിക് ജാം ഒക്കെ വന്നായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോയത്? ആലിപ്പറോട്ട കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചിരുന്നല്ലോ, കിടിലൻ സാധനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ശങ്കരാചാര്യ ടെമ്പിള്. ആ ടെമ്പിളിൽ പോയപ്പോ പ്രശ്നം എന്താ വെച്ചാല് ഞാൻ കാണിച്ചായിരുന്നല്ലോ, അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. ഇറങ്ങിയപ്പോഴത്തേനും അതെ 2 മണിക്കൂർ കഴിഞ്ഞു ആ തിരക്ക് കാരണം. പിന്നെ ഇറങ്ങിയപ്പോ അതിൽ കൂടുതൽ ക്യൂ ആയിരുന്നു. അപ്പൊ അത് ജസ്റ്റ് ശരിക്കും വേണം ഞാൻ പറഞ്ഞേ, അമ്പലത്തിൽ കയറണമെന്നൊന്നുമില്ല. അവിടെ പോയി വ്യൂ ഒക്കെ കണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് വരാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് തുലിപ്പിലോട്ട് വെച്ച് പിടിച്ചു. തുലിപ്പില് ഒരു 1.5 ട്രാഫിക് ജാം. നമ്മള് തുലിപ്പിൽ പോയിട്ട് അവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. അവിടെ ആക്ച്വലി സാധാരണ നമ്മള് ബൊട്ടാനിക്കൽ ഗാർഡനിലൊക്കെ പോയാൽ ഈ ഫ്ലവേഴ്സ് വെച്ച് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ജസ്റ്റ് ഫുൾ ഏരിയയിൽ ഇങ്ങനെ ടൂലിപ്പ് ഇങ്ങനെ കൃഷി ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നട്ടു വെച്ചിട്ടുണ്ട്. മിക്കതും ഭയങ്കര വെള്ളം ഒഴിക്കാതൊക്കെ പോയിട്ടുണ്ട്. ഉള്ളത് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ വെറൈറ്റി ഇല്ല. നമ്മൾ പോയ സമയത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഉച്ചക്കാ പോയത്. നല്ല വെയിലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അല്ല ഞാൻ പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് ഇപ്പം കാണാനില്ല. കുറച്ച് കണ്ടിട്ട് വേണേൽ ഇറങ്ങി പോരാ. അതല്ലാതെ അവിടെ നിൽക്കുന്നൊന്നും ഇല്ല. അത്ര എന്ന് വെച്ചാൽ ഇത് ഇയർലി ഒന്നല്ലേ വരത്തുള്ളൂ. അപ്പം അത് കാണുന്നത് നല്ലതാ, ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ്. മിസ്സാക്കുന്നത് നല്ലതല്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ കയറി കാണാം. കഴിഞ്ഞിട്ട് നമ്മളൊരു കഴിഞ്ഞൊരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിനെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും ഇപ്പൊ ഹോട്ടലിനെ കുറിച്ച് ഒന്നുകൂടെ അർഷദ് പറയൂ, എങ്ങനെയുണ്ടായി നമ്മുടെ ഹോട്ടൽ? നമ്മളൊരു 3 സ്റ്റാർ ലെവലെങ്കിലും പ്രതീക്ഷിച്ച് കയറിയത്. അതെ, നമ്മൾ പുറത്തെ ബോർഡൊക്കെ കണ്ടപ്പോൾ 3 സ്റ്റാർ ലെവലൊക്കെ പ്രതീക്ഷിച്ച് കയറി. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തതോ, നമ്മള് ബിരിയാണി ഓർഡർ ചെയ്ത്, പിന്നെ അതുപോലെ നമ്മൾ റൊട്ടി ഓർഡർ ചെയ്തു. പക്ഷെ അവന്മാര് നമ്മളോട് പറഞ്ഞ് 25 മിനിറ്റ്. പക്ഷെ ആക്ച്വലി നമുക്ക് കിട്ടിയത് എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട്? 1 മണിക്കൂർ കഴിഞ്ഞിട്ട്. 1 മണിക്കൂറൊക്കെ നമ്മൾ ക്രേവിങ്സ് ആയിട്ട് നമ്മൾ കാത്തിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മനുഷ്യനായാലും എന്താവും എണീച്ച് പോരാൻ തോന്നും. പക്ഷെ നമ്മള് കേരളീയരായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് വെയിറ്റ്, സമാധാനപ്രിയരായതുകൊണ്ടും വെയിറ്റ് ചെയ്തു. അതെ, എന്നിട്ട് ഫുഡ് വന്നപ്പോ പപ്പടം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പപ്പടം ഏതാണ് റൊട്ടി ഏതാണ് നമുക്ക് തിരിച്ചറിയാത്ത അവസ്ഥ. ഇവന്മാര് എന്നിട്ട് റൊട്ടി കഴിച്ചിട്ട് പൊടിച്ച കഴിച്ചു. കറിയൊന്നുമില്ല, നമ്മള് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കുന്നത്, വെള്ളം കൂട്ടിയാ കഴിക്കുന്നത്. ബിരിയാണി പിന്നെ വലിയ കുഴപ്പമില്ല. ബിരിയാണി വലിയ പ്രശ്നമില്ലായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആ പൈസക്ക് കുഴപ്പമില്ല. അതായത് റൈസ്, ഇവരുടെ യെല്ലോ റൈസും ചിക്കൻ പീസും അത്ര ഉള്ളായിരുന്നു. പിന്നെ എന്നായിരുന്നു, പിന്നെ നമ്മൾ അവസാനം ഗ്രേവി ഒക്കെ ചോദിച്ചേ. ഭയങ്കര ഡിലേ, ആകെ കുറച്ച് പണിക്കാരെ ഉള്ളെന്ന് തോന്നുന്നു. ഇവരാണെങ്കിൽ പോയിട്ട് 1 അരമണിക്കൂർ കഴിഞ്ഞാൽ വരത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഓണറോട് സംസാരിച്ചു നമ്മൾ, ഇങ്ങനെ ഭയങ്കര റേറ്റ് ആണ്, സാധനം ഇല്ലെന്നൊക്കെ. അവർ പറഞ്ഞു പിന്നെ ചോദിച്ചാൽ കിട്ടിയെന്നല്ലോ എന്നൊക്കെ. കിട്ടിയൊന്നുമില്ല.
അതുകൊണ്ട് നമ്മളതിന് ഒട്ടും സജസ്റ്റ് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. പിന്നെ ഇവിടെ ഇറങ്ങിയപ്പോ ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കൊള്ളാം. ഈ മാഗി ഉണ്ടോ ഗൈസ്? നല്ല മാഗി, 50 രൂപ കൊള്ളാം. പറ്റിയത് നല്ല. അതായത് ഇപ്പൊ സമയം കണ്ടോ, 6:50. 6:50 നമ്മുടെ അവിടെയൊക്കെ നാട്ടില്? അല്ല, ഇരുട്ടും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ സൺസെറ്റ് ആയിട്ടുണ്ട്, ഇരുട്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ദാലിലേക്ക് വന്നുകൊണ്ട് റിലാക്സ് ചെയ്തിനി. മറ്റേത് ഭയങ്കര ചൂടായിരുന്നു, വണ്ടിക്കകത്തൊക്കെ ഇരുന്ന് ഭയങ്കര പൊടിയും കാര്യം. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഈ സാധനം കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മളല്ല ആദ്യം വാങ്ങിച്ച കവയൊക്കെ നല്ലതായിരുന്നു, പിന്നെ വാങ്ങിച്ചതൊക്കെ വലിയ ടേസ്റ്റ് ഇല്ലാത്തുള്ളായിരുന്നു. അത് ഓരോ ഉണ്ടാക്കുന്നവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ റിലാക്സ് ചെയ്ത് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ആ ചേട്ടനാണ് ഇപ്പോഴും വർത്തമാനം പറഞ്ഞോണ്ടിരിക്കുക അപ്പുറത്ത് ബാക്കിൽ. തന്നെ സംസാരിക്കുവാണ്. താഴെ ഫോൺ വെച്ചിട്ടുണ്ട്, താഴെ ഫോൺ വെച്ചിട്ടുണ്ട്. കവ പറഞ്ഞു, കവ ഇപ്പൊ കിട്ടിയത് സാഫ്രോൺ ഉണ്ടെന്നല്ലാതെ കൊള്ളത്തേ ഇല്ലായിരുന്നു. അത് കിടലായിരുന്നു ആദ്യം കഴിച്ചത്. ഞാൻ ആദ്യം കാണിച്ചില്ല, അത് സൂപ്പർ ആയിരുന്നു. അത് പ്രതീക്ഷ നമ്മൾ ഒന്നുകൂടെ ഓർഡർ ചെയ്തത്, പക്ഷെ കാര്യമില്ലായിരുന്നു. മാഗി ഉള്ള അല്ലേ? മാഗി കുഴപ്പമില്ല. പിന്നെ 6 ഇഞ്ചൊക്കെ നോർമലാണ്. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചത്. പിന്നെ ഒരാളിവിടെ ലെമണ്ടിയൊക്കെ പറഞ്ഞായിരുന്നു. അയ്യോ എന്റെ ദൈവമേ, ലെമണിന്റെ കണ്ടന്റ് കുറച്ച് കുറവായിരുന്നു. പക്ഷെ റേറ്റിന് കുറവൊന്നുമില്ല. റേറ്റിന് 80 രൂപയായിരുന്നു, ബാക്കിയല്ല 50 രൂപയായിരുന്നു. എന്തായാലും കാശ്മീർ വരുമ്പോ വൈകുന്നേരം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്. After 5 PM. ടുലിപ്പ് അല്ല, സാധാരണ നിങ്ങൾ മുമ്പ് അവിടെ ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, അവിടെ ആയിരിക്കും പോകുന്നത്. ഇപ്പൊ ടുലിപ്പ് സീസൺ ആയതുകൊണ്ട് ടുലിപ്പ് ഗാർഡൻ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ആയത്. പക്ഷെ അവിടെ ഉച്ചയ്ക്കൊന്നും പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നല്ല വെയിലാണ്, ഇരുന്ന് നമ്മൾ മടുക്കും. തണല് പോലും ഇല്ല, കുറച്ചങ്ങനെ തണലേ ഉള്ളൂ. എനിക്ക് വേണ്ട മതി. അപ്പൊ നമുക്ക് അതൊക്കെ പറഞ്ഞ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ത്യ. ഇനി നമ്മൾ നേരെ കയറി റൂമിലേക്ക് പോകത്തില്ല. അവരൊക്കെ നേരത്തെ എത്തിയെന്നു, കാര്യം അവന്മാരൊന്നും കഴിച്ചൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവന്മാരെ ജസ്റ്റ് കറങ്ങിയിട്ട് തിരിച്ച് അവിടെ റോഡ് നിൽപ്പുണ്ടായിരിക്കും. നമ്മളെ വിളിക്കാൻ മാർഗമൊന്നുമില്ല, ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മളിനി റൂമിലേക്ക് പോകുന്നുണ്ട്. ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.